ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ രണ്ടുപേരും കൂടി എങ്ങോട്ട് പോകാമെന്നല്ലേ? എൻ്റെ ഇളയാങ്ങളെ രാവിലെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ട്രെയിനേ കയറിയെന്ന്. അപ്പോൾ ഞങ്ങൾ മീൻ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. പെട്ടെന്ന് സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യണ്ടേ. ഞങ്ങളുടെ അടുത്തൊരു കടയിലാണ് പോയത്. ഇത് മങ്കടയാണ്. ഇത് മങ്കട വാങ്ങേണ്ടി വരും. എന്താ ദൈവമേ, ഇതാണ് പ്രശ്നം. വാങ്ങി അളിയൻ വരുമല്ലോ, അളിയന് നല്ല മങ്കടായി കൊടു. ടീച്ചിയും വീഡിയോ വന്നു കേട്ടോ. അയലോകാരിയാ എടുത്തോ. ചെമ്പല്ലി കിളിമീനല്ലേ? കിളിമീനും ചെമ്പല്ലി എന്നൊക്കെ പറയാം. ഇത് കിലോ 400 രൂപ. കിലോ 300. അപ്പോൾ ഞാൻ മീൻകറി വെക്കുമ്പോഴേക്കും ചേട്ടനോട് പറഞ്ഞു മത്തിയും മറ്റേ കിളിമീനും കൂടി വെട്ടിക്കൊണ്ട് തരാൻ. എന്നിട്ട് മീൻകറി വെക്കാനുള്ള കരിവേപ്പിലൊക്കെ ഒടിച്ചെടുക്കാൻ പോയി. നമ്മുടെ പറമ്പിലെ കരിവേപ്പില ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ മീൻകറി എല്ലാവരും എങ്ങനെയാണ് വെക്കുന്നത്, അതുപോലെ തന്നെ ഞാനും എൻ്റെ ഒരു സ്റ്റൈലിലാണ് വെക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും കരിവേപ്പിലയും പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴട്ടും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതും കൂടി ഇട്ട് വഴട്ടും. ആ പാത്രത്തിൽ തന്നെ നല്ല ചൂടുണ്ടല്ലോ, ഒരുപാട് എണ്ണയൊന്നും ഞാൻ ഒഴിക്കാറില്ലേ. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ആ പച്ചമനം പോകുന്നവരെ അതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കും. പിന്നെ അപ്പുറത്തെ അടുപ്പിലെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിക്കാറില്ല, ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ആ ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കും. നന്നായിട്ട് ആ കറി തിളച്ച് വന്നതിന് ശേഷമാണ് മീൻ പരുക്കിയിടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ലേ. ഇവിടെ അമ്മ ഓരോരോ രീതിയിലാണ് ഓരോരോ മീൻ കറിയും വെക്കുന്നത്. ഓരോരോ മീൻ കറിക്കും ഓരോരോ പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് മങ്കട പരുക്കിയിടാം. ചേട്ടൻ അപ്പുറത്തിരുന്നപ്പോഴത്തേക്ക് മീനൊക്കെ വെട്ടി കഴിഞ്ഞ് വേണ്ട മത്തിയും ചെമ്പല്ലിയൊക്കെ കൊണ്ടുവന്നു. അത് നമുക്കും കൂടി വറുക്കാം. ഞാൻ മുഴുവൻ ഇട്ടിട്ടാണ് വരുന്നത്. ചെമ്പല്ലി കാണാൻ നല്ല വലുപ്പമുള്ള മീനായിരുന്നേ. അപ്പോൾ ആങ്ങളയ്ക്ക് കൊടുക്കാനല്ലേ, അപ്പോൾ മുഴുവൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ചെറിയ മീനുണ്ടല്ലോ, മത്തി ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല, എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ. ഇങ്ങനെ മുഴുവൻ ഇട്ട് വറുക്കുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെറുതെ അവിടെ മീൻ കിട്ടും, എന്നാൽ അവിടെ ചിക്കനും മട്ടനൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത്. ഇവിടെ വരുമ്പോൾ അവർക്ക് മീനാണ് സ്പെഷ്യൽ. അപ്പോൾ എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. നല്ല ചൂട് ചോറുണ്ടാക്കി, പിന്നെ ഒഴിച്ച് കഴിക്കാൻ ഗ്രീൻ ബീൻസും ഉരുളക്കിഴങ്ങും കൂടി വെച്ചു. പിന്നെ നമ്മൾ വെച്ച മങ്കട, അത് കുറച്ച് ചാറുണ്ട്, വൈകുന്നേരം ചപ്പാത്തിക്കും കൂടി കൂട്ടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. പിന്നെ ഇതാണ്ട് മത്തി നേരത്തെ വറുത്ത് വെച്ച മീനുണ്ട്, മത്തിയും കൂടി ഒരു പ്രാവശ്യം വറുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ആങ്ങളെ വിളിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോവാം. അവിടെ ചെന്ന് ഞങ്ങൾ മുൻവശത്തെ കാത്തിരുന്നപ്പോൾ ആങ്ങളെയാണെങ്കിൽ അതിൻ്റെ ബാക്ക് വശത്തിൽ കൂടെ ഇങ്ങനെ വന്നു. ഞങ്ങൾ നോക്കിയിരുന്ന വെറുതെ ആയിപ്പോയി. സ്നേഹബന്ധങ്ങൾ ഇങ്ങനെ എന്നെന്നും നിലനിർത്തിക്കട്ടെ. ഇതുപോലൊരു സഹോദര സ്നേഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.